വാസ്തുവൈഭവത്തിന്റെ മഹനീയത പേറുന്ന താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. കോട്ടയം നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം അകലെ കോട്ടയം കുമരകം പാതയിൽ മീനച്ചിലാറിന്റെ തീരത്താണ് താഴത്തങ്ങാടി എന്ന പ്രദേശം. പഴയ കോട്ടയം പട്ടണത്തിന്റെ ആസ്ഥാനവും പ്രധാന വാണിജ്യ കേന്ദ്രവും കൂടാതെ നിരവധി പൈതൃക നിർമ്മിതികൾ കൊണ്ടും അനുഗ്രഹീതമായ സംസ്കാര സമ്പന്നമായ പ്രദേശമായ താഴത്തങ്ങാടിയിലാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ആരെയും വിസ്മയിപ്പിക്കുന്ന നിർമ്മാണ ഭംഗിയിലുള്ള ഈ മസ്ജിദ് കേരളീയ വാസ്തുവിദ്യയുടെ മികച്ച മാതൃകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വാണിജ്യ ആവശ്യമായും സഞ്ചാരികളായും അറബികൾ ഉൾപ്പെടെ നിരവധി അന്യദേശക്കാർ താഴത്തങ്ങാടിയിലും എത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഇസ്ലാം മത പ്രബോധനവുമായി കേരള തീരത്തെത്തിയ മാലിക് ബിൻ ദീനാറിന്റെ സഹോദരപുത്രനായ മാലിക് ബിൻ ഹബീബ് താഴത്തങ്ങാടിയിൽ എത്തുകയും ഈ മസ്ജിദ് സ്ഥാപിച്ചതായും വിശ്വസിക്കുന്നു. മസ്ജിദിന് ഒരു സഹസ്രാബ്ദത്തിനുമേൽ പഴക്കമുള്ളതായി വാസ്തുശാസ്ത്ര വിദഗ്ധരും ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു. കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന കേരളീയമായ വാസ്തു നിർമ്മാണ ശൈലിയിലുള്ള മസ്ജിദുകളിൽ നിർമ്മിതിയുടെ സവിശേഷത കൊണ്ടും മനോഹാരിത കൊണ്ടും താഴത്തങ്ങാടി ജുമാ മസ്ജിദ് മികവ് പുലർത്തുന്നു. ഓടുമേഞ്ഞ ചെരിഞ്ഞ മേൽക്കൂരയിലുള്ള മസ്ജിദ് ഒറ്റ മരത്തടിയിൽ തീർത്ത 8 തൂണുകളിലാണ് മേൽക്കൂട്ട് നിലനിർത്തിയിരിക്കുന്നത്. അടി നീളവും 42 അടി വീതിയിലും ഇരുനിലകളിലായി 4200 ചതുരശ്ര അടിയാണ് മസ്ജിദിന് ഉള്ളത്. വാസ്തുശില്പ ഭംഗിയോടെ 35 അടി ഉയരത്തിൽ ഇരുനില മാളികയാണ് മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മസ്ജിദിന്റെ പുറം കാഴ്ചകളിൽ കാണുന്ന കുളം മുൻകാലങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നവർ മസ്ജിദിന്റെ വടക്കേ ഭാഗത്തുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ കുളത്തിൽ നിന്നും വുളു അഥവാ അംഗശുദ്ധി വരുത്തുന്നതിനായി ആശ്രയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ കുളം ഉപയോഗയോഗ്യമെങ്കിലും പൈപ്പിനെയാണ് അംഗശുദ്ധിക്കായി ആശ്രയിക്കുന്നത്. മസ്ജിദിന്റെ വടക്കേ മുറ്റത്ത് ഒരു നിഴൽ ഘടികാരം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പഴയ കാലത്ത് സൂര്യരശ്മികൾ പതിക്കുന്നതിന്റെ ക്രമം മനസ്സിലാക്കി നമസ്കാര സമയം നിർണയിച്ചിരുന്നതിനായി ഇത് ഉപയോഗിച്ചിരുന്നു. അതിവിശിഷ്ടമായ കൊത്തുപണികളാൽ അലങ്കൃതമാണ് വടക്കും കിഴക്കുമായുള്ള ഇരുവശത്തെയും മുഖപ്പുകൾ. ഇതുകൂടാതെ മൂന്നാമതായി വടക്കുവശത്ത് തന്നെ മറ്റൊരു ചെറിയ മുഖപ്പ് കാണാം. മസ്ജിദിന്റെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ മനോഹരമായ ആകാരത്തിലുള്ള പൂമുഖത്താണ് ആദ്യത്തെ മുഖപ്പ് ദൃശ്യമാവുന്നത്.
ദർശനമായ കിഴക്കുവശത്തുള്ള ഈ മുഖപ്പ് കുറച്ചും കൂടി വിശാലമായതും കൂടുതൽ മനോഹരവുമാണ്. വിവിധ വർണ്ണത്തിലുള്ള ചായങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ മുഖപ്പിലെ കൊത്തുപണികളും അലങ്കാരങ്ങളും ആരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ്. കിഴക്ക് പടിഞ്ഞാറു ദിശയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദിൽ ദർശനം കിഴക്കാണെങ്കിലും നിലവിലെ പ്രവേശന കവാടം വടക്കു ഭാഗത്താണ് ഉള്ളത്. ഇതിലൂടെ മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ കാണുന്ന ജലസംഭരണി ഒറ്റക്കല്ലിൽ ചതുരത്തിൽ പൊഴിച്ച് ഉണ്ടാക്കിയതാണ്. മസ്ജിദിന് ചേർന്നുള്ള കിണറ്റിൽ നിന്നുള്ള തണുത്ത ജലം ഈ ജലസംഭരണിയിലേക്ക് പ്രത്യേക ചാല് വഴി ഒഴുകിയെത്തുന്നു. പ്രാർത്ഥനയ്ക്കായി മസ്ജിദിൽ പ്രവേശിക്കുന്നവർ ഇതിൽ നിന്നും അംഗശുദ്ധി വരുത്തി പ്രവേശിക്കുന്നു. വെട്ടുകല്ലിൽ കെട്ടിയുയർത്തിയ ഭിത്തികളും ഒറ്റ തേക്കിൻ തടിയിൽ തീർത്ത 8 തൂണുകളിലുമായാണ് മസ്ജിദ് നിലകൊള്ളുന്നത്. മസ്ജിദിന്റെ അകം കാഴ്ചകളിൽ ഏറ്റവും നല്ല തേക്കിൻ തടികളിൽ തീർത്ത മനോഹരമായ കൊത്തുപണികളാൽ മസ്ജിദിന്റെ മാളികയും തട്ടും മേൽക്കൂട്ടും വാതായനങ്ങളും ജാലകങ്ങളും അലങ്കൃതമാണ്. അകംപള്ളിയിൽ തീർത്തിരിക്കുന്ന വാസ്തുനിർമ്മാണ ശൈലി ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. വായു നിർഗമനം അനായാസമായി നടക്കും വിധമുള്ള നിർമ്മാണവും ജാലകത്തിലൂടെ കയറുന്ന തെക്കു പടിഞ്ഞാറൻ കാറ്റും മസ്ജിദിനുള്ളിൽ ശീതീകരണ സംവിധാനമായി പ്രവർത്തിക്കുന്നു. കാലത്ത് പോലും സുഖശീതളമായ അവസ്ഥയാണ് പള്ളിയുടെ ഉൾഭാഗത്തുള്ളത് എന്നത് ഈ പാരമ്പര്യ നിർമ്മാണ വിദ്യയുടെ മഹത്വം വിളിച്ചോതുന്നു.
മുറിയായ അകംപള്ളിയിലേക്ക് പ്രവേശിച്ചാൽ നയന മനോഹരമായ കാഴ്ചയാണ് വരവേൽക്കുന്നത്. മേൽത്തട്ടിലെ വിശേഷ പണികളും കൊത്തുപണിയും വളരെ മനോഹരമായ നിർമ്മിതിയാണ്. മസ്ജിദിന്റെ അകം കാഴ്ചകളിലേക്ക് കടന്നാൽ പ്രധാന പ്രാർത്ഥനാ മുറിയുടെ മുൻവശത്തായി പഴയ അറബി ഭാഷാ ശൈലിയിൽ ഖുർആൻ വചനങ്ങളും കീർത്തനങ്ങളും തടിയിൽ കൊത്തിവെച്ചിരിക്കുന്നു. കൂടാതെ മസ്ജിദിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന പുഷ്പലതാദികളുടെ വിവിധ അലങ്കാര മാതൃകകൾ ദാരുശില്പകലയുടെ ഉത്തമ മാതൃകകളാണ്. പ്രധാന പുരോഹിതൻ പ്രത്യേക ആരാധനാ ദിനങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവരുമായി സംവദിക്കുന്നതിനായുള്ള പ്രസംഗപീഠം അഥവാ മിമ്പർ കൊത്തുപണികളുടെ വിസ്മയം തീർക്കുന്നു. പതിനഞ്ചാം നൂറ്റാണ്ടിൽ താഴത്തങ്ങാലി ഉൾപ്പെടുന്ന താലിയനന്തപുരം ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന തെക്കുംകൂർ രാജാവ് സമ്മാനമായി നൽകിയ വാൾ പ്രാർത്ഥനാവശ്യങ്ങൾക്ക് ഇന്നും ഉപയോഗിച്ചു വരുന്നു. വൈദ്യുതി വിളക്കുകൾ
എത്തുന്നതിനു മുമ്പുള്ള കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്ഫടിക തൂക്കുവിളക്കുകൾ ഇന്നും കാണാം. വലതുവശത്തെ വാതിലിന്റെ കതക് അടച്ചു പൂട്ടുന്നതിനായുള്ള ഓടാമ്പൽ 3 കുട്ടികളോട് കൂടിയ സാക്ഷ അഥവാ മുക്കുറ്റി സാക്ഷ പരമ്പരാഗത തച്ചുശാസ്ത്ര വിദ്യയിലെ വളരെ കൗതുകകരമായ നിർമ്മിതിയാണ്. തടി കോപണി കയറി മാളിക മുകളിലെത്തിയാൽ വാസ്തുനിർമ്മാണ വിദ്യയുടെ അത്ഭുതകരമായ മറ്റൊരു ലോകത്തേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. വായു നിർഗമനം നടക്കുന്ന അറയും കാറ്റു കടന്നു വരുന്ന ജാലകങ്ങളും കാണാം. സവിശേഷമായ പണികളും അവയിൽ ചെയ്തിരിക്കുന്ന കൊത്തുപണികളും നേരിയ പലകവലക്കണ്ണി പോലെ കൊഴിച്ചുണ്ടാക്കിയ ജാലകമറകളും വിസ്മയകരമാണ്. മസ്ജിദിന്റെ പൂമുഖത്തേക്ക് തുറന്നിരിക്കുന്ന 3 കിളിവാതിലുകൾ പോലെയുള്ള ജാലകങ്ങളോട് കൂടിയ മാളിക മുൻകാലങ്ങളിൽ പുരോഹിതരുടെ വിശ്രമമുറിയായി ഉപയോഗിച്ചിരുന്നു. രാത്രി സമയത്ത് മസ്ജിദിന്റെ പ്രവേശന കവാടത്ത് പ്രകാശം നൽകുന്നതിന് മുൻകാലത്ത് ഉപയോഗിച്ചിരുന്ന കൽവിളക്കുകൾ ഇന്നും കാണാം. മസ്ജിദിന്റെ കിഴക്കേ മുറ്റത്തായി 2 മഖ്ബറകൾ ഉണ്ട്. ഈ മഖ്ബറകളുമായി ബന്ധപ്പെട്ട് പല ചരിത്ര വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും 2 മഹത്തുക്കളാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഖബർസ്ഥാനോട് കൂടിയ മസ്ജിദ് അങ്കണത്തിൽ പഴയ കാലത്തെ ലിഖിതങ്ങളോട് കൂടിയ ചില മീസാൻ കല്ലുകളും കാണപ്പെടുന്നു.
നിർമ്മിതികൾ നശിപ്പിക്കപ്പെടുകയോ ആധുനിക കോൺക്രീറ്റ് നിർമ്മിതികളോട് മാറ്റപ്പെടുകയോ ചെയ്യുന്ന പുതിയ കാലത്ത് കേരളീയ വാസ്തുവൈഭവത്തിന്റെ മഹനീയതയും പേറി താഴത്തങ്ങാടി ജുമുഅ മസ്ജിദ് ഇന്നും പ്രൗഢിയോടെ. തിരുവാർപ്പ് ജുമാ മസ്ജിദ്. താഴത്തങ്ങാടി ജുമാ മസ്ജിദിൽ നിന്നും 8 കിലോമീറ്റർ അധികം ദൂരെയല്ലാതെ പടിഞ്ഞാറ് തിരുവാർപ്പ് എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന മസ്ജിദാണ് തിരുവാർപ്പ് ജുമാ മസ്ജിദ്. കേരളീയ വാസ്തുനിർമ്മാണ ശൈലിയിലുള്ള ഈ മസ്ജിദ് നിലവിൽ മഹല്ല് അംഗങ്ങൾ പഴമ നഷ്ടപ്പെടാതെ അറ്റകുറ്റപ്പണികൾ നടത്തി നല്ല രീതിയിൽ നിലനിർത്തിപ്പോരുന്നു. താഴത്തങ്ങാടി ജുമാ മസ്ജിദിന് കീഴിലുള്ള 12 മസ്ജിദുകളിൽ ഒന്നാണ് തിരുവാർപ്പ് ജുമാ മസ്ജിദ്. മസ്ജിദിന് അഭിമുഖമായി ഒഴുകുന്ന പുഴയുടെ തീരത്തു തന്നെ മസ്ജിദിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഭംഗിയുള്ള കടവിൽ നിന്നാണ് പ്രാർത്ഥനയ്ക്കെത്തുന്നവർ അംഗശുദ്ധി വരുത്തുന്നത്. മീനസിലാറിന്റെ കൈവഴിയായി ഒഴുകുന്ന പുഴയ്ക്ക് അഭിമുഖമായാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ഇവിടം എല്ലാ കാലവും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശവും കൂടിയാണ്. എന്നിരുന്നാലും വെള്ളപ്പൊക്ക കാലങ്ങളിൽ മസ്ജിദിന്റെ മാളികയിൽ ആരാധനാ കർമ്മങ്ങൾ തടസ്സമില്ലാതെ നടത്തിവരുന്നതിൽ മഹല്ല നിവാസികൾ ശ്രദ്ധ കൊടുക്കുന്നു. ഏകദേശം 300 വർഷത്തിനുമേൽ പഴക്കം കാണുന്ന ഈ മസ്ജിദ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ് കഴിഞ്ഞാൽ കോട്ടയം പ്രദേശത്തെ രണ്ടാമത്തെ ജുമാ അഥവാ വെള്ളിയാഴ്ച നിസ്കാരം ആരംഭിച്ച മസ്ജിദായിരുന്നു.
ഏകദേശം 3 കിലോമീറ്റർ ഒഴുകി കുമരകം വഴി വേമ്പനാട്ടുകായലിൽ പ്രവേശിക്കുന്നു. വളരെ മനോഹരമായ ഗ്രാമാന്തരീക്ഷമാണ് മസ്ജിദിന് ചുറ്റുമുള്ളത്. നീലസിലാറിന്റെ കൈവഴിയായി ഒഴുകുന്ന ചെറിയ പുഴകളും കൈത്തോടുകളും വയലുകളും ചേർന്ന പ്രദേശം. അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകം ഈ പ്രദേശത്തിന് അധികം ദൂരെയല്ല. ചരിത്രപരമായി ധാരാളം ശ്രേഷ്ഠതകളുള്ള പ്രദേശമാണ് തിരുവാർപ്പ് എങ്കിലും കേരളീയ വാസ്തുവൈഭവത്തിന്റെ മഹനീയത പേറുന്ന മസ്ജിദുകളിൽ ഒന്നായ തിരുവാർപ്പ് ജുമാ മസ്ജിദ് കേരളത്തിലെ ചരിത്രാന്വേഷികളുടെ ശ്രദ്ധ അധികം പതിഞ്ഞിട്ടില്ല. കേരളീയ വാസ്തുനിർമ്മാണ ശൈലിയിൽ പല മസ്ജിദുകളും കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടതായിരുന്നു ഈരാറ്റുപേട്ട തെക്കേക്കര പള്ളിയും വാഴൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയും. എന്നാൽ അവയൊക്കെ ആധുനിക നിർമ്മാണ ശൈലിയിലേക്ക് മാറിയപ്പോഴും 3 പതിറ്റാണ്ടായി മാറ്റങ്ങളില്ലാതെ പ്രൗഢിയോടെ നിലനിൽക്കുന്നു തിരുവാർപ്പ് ജുമാ മസ്ജിദ്.